തന്നെയൊക്കെ രണ്ടിരട്ടി വലിപ്പമുള്ള ബോളിൻ്റെ പുറകെ കിടന്ന് ഓട്ടം നോക്കി നമ്മുടെ പോക്കിരി പീക്കിരി മണിക്കുട്ടിയാണ് കേട്ടോ. പിള്ളേരൊപ്പം കളിക്കാൻ വേണ്ടി ബോളിൻ്റെ പുറകെ അടക്കിയായിരുന്നു. പിള്ളേരാണെങ്കിൽ ബോളൊക്കെ അടിച്ച് ഗാർഡിലേക്ക് ഇടാൻ തുടങ്ങിയപ്പോൾ എല്ലാത്തിനും പിടിച്ച് അപ്പുറത്തെ പറമ്പിലേക്ക് ആക്കി. അവിടെ ആവുമ്പോഴത്തേക്ക് അത്യാവശ്യം ബോളൊക്കെ തട്ടി കളിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ നമ്മുടെ മണിക്കുട്ടിയും പോയി അവസാനം തലക്കിട്ട് ബോളിൻ്റെ ഇന്ന് ഒരു കിഴുക്കും കിട്ടിയും അറിയാത്ത പിള്ള ചൊറിയും പറയുമെന്ന് അറിയില്ലേ, അതൊക്കെ തന്നെ കേട്ടോ. ഞാൻ എത്രയോ തവണ പിടിച്ച് മാറ്റിയെന്ന് പറയും ബോൾ അടിച്ച് കൊള്ളണ്ടെന്ന് ഓർത്തിട്ടും, പക്ഷെ പോയില്ല. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ സമാധാനമായ ഒരു സൈഡിലേക്ക് മാറിയെന്നും. പിള്ളേർ കളിക്കുന്ന ഈ ഒരു വീഡിയോക്ക് അടിപൊളിയല്ലേ, പഴയ ഒരു വീടാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പോക്കിരി പെണ്ണാണ് ഈ ഗാലറിയിൽ ഇരുന്ന് കണ്ട കളി കാണുന്നത്. ഗാലറി വെറും ഗാലറി അല്ല, സേഫ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ഇരുന്നാണ് ഇതൊക്കെ കാണുന്നത്. അതാകുമ്പോൾ ബോൾ വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ ഇടയിൽ കുടുങ്ങിക്കൊള്ളൂല, അവളുടെ മേത്ത് കൊള്ളില്ലല്ലോ. ഇവിടെ പിള്ളേരാണെങ്കിൽ കുറച്ച് എങ്ങനെ ഇപ്പോൾ ബോൾ കളിക്ക് കഴിഞ്ഞാൽ സാറ്റ് എണ്ണി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടും. നമ്മുടെ പപ്പൂസും മണിക്കൂട്ടി അവരുടെ കൂടെ തന്നെ കൂടിയുണ്ട്. സാറ്റ് എന്താണെന്ന് പോലും അറിയില്ലെങ്കിലും അവരൊപ്പം ഇവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കൂട്ടത്തിലും കൂടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടമായിലേക്ക് മറക്കണ്ട.